നമസ്കാരം, ഡാറ്റ ഫാക്ടറി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഡാറ്റ വിഷ്വലൈസേഷൻ സീരീസിലെ 6ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാർ ചാർട്ടുകളെ പറ്റിയായിരുന്നു നോക്കിയത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബാർ ചാർട്ടിൻ്റെ തന്നെ ഒരു വേരിയൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ടുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നോക്കിയാലോ. നമ്മൾ എപ്പോഴാണ് ഒരു ബാർ ഗ്രാഫ് യൂസ് ചെയ്യുന്നത്? നമുക്ക് പല കാറ്റഗറീസ് തമ്മിൽ കമ്പാരിസൺ നടത്തണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എമൗണ്ട്സ് വിഷ്വലൈസ് ചെയ്യണമെങ്കിലോ ഒക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഒരു ബാർ ചാർട്ട് യൂസ് ചെയ്യുന്നത്, അല്ലേ? ഇവിടെ നിങ്ങൾക്കൊരു സിമ്പിൾ ടേബിൾ കാണാൻ പറ്റും. ഒരു കാറ്റഗോറിക്കൽ വേരിയബിൾ ഉണ്ട്, ഒരു ന്യൂമറിക്കൽ വേരിയബിൾ ഉണ്ട്. ഈ ഒരു ടേബിൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബാർ ചാർട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, അല്ലേ? ഇവിടെ ഞാൻ എന്ത് ചെയ്തു? എക്സ് ആക്സസിൽ ഞാൻ ആ കാറ്റഗോറിക്കൽ വേരിയബിൾ എടുത്തു, വൈ ആക്സസിൽ ഞാൻ എന്ത് ചെയ്തു? ആ ന്യൂമറിക്കൽ വേരിയബിൾ എടുത്തിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി ഈ ഒരു ടേബിൾ നോക്കാം നിങ്ങൾ. ഇവിടെ എന്തുണ്ട്? ഇവിടെ നമുക്കൊരു എക്സ്ട്രാ ഇൻഫർമേഷനും കൂടെ വന്നു. എന്താണ് എക്സ്ട്രാ ഇൻഫർമേഷൻ? റീജിയൻ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഇൻഫർമേഷനും കൂടെ വന്നു. നേരത്തെ ഉണ്ടായിരുന്നത് ജോണറും സെയിൽസും ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? റീജിയൻ എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഇൻഫർമേഷനും കൂടെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു അഡീഷണൽ ഇൻഫർമേഷനെ നമുക്ക് എങ്ങനെ ഒരു ബാർ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാം? ഇവിടെയാണ് നമ്മുടെ എന്ത് വരുന്നത്? ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ടുകൾ വരുന്നത്. അപ്പോൾ ഞാൻ ഈ ടേബിളിനെ ഒരു ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ടായി വിഷ്വലൈസ് ചെയ്താണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ നമ്മുടെ എക്സ് ആക്സസിൽ, അതായത് നമ്മുടെ പ്രൈമറി ആക്സസിൽ ഞാൻ എടുത്തിരിക്കുന്ന കാറ്റഗോറിക്കൽ വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി കാറ്റഗോറിക്കൽ വേരിയബിൾ. അതേപോലെ ഈ പ്രൈമറി കാറ്റഗോറിക്കൽ വേരിയബിൾ ആണ് നമ്മുടെ ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ടിലെ ഓരോ ബാർ ക്ലസ്റ്റേഴ്സിൻ്റെയും പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓരോ ബാർ ക്ലസ്റ്ററിലുമുള്ള ബാറുകളുടെ എണ്ണം ഡിറ്റർമൈൻ ചെയ്യുന്ന കാറ്റഗോറിക്കൽ വേരിയബിളിനെ നമ്മൾ സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിൾ എന്നാണ് പറയുക. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അല്ലേ? ഏത് കാറ്റഗറിയെ നമ്മൾ പ്രൈമറി കാറ്റഗോറിക്കൽ വേരിയബിളായി ചൂസ് ചെയ്യണം, അതേപോലെ തന്നെ ഏത് കാറ്റഗറിയെ നമ്മൾ സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിളായി ചൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. കാരണം ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഡാറ്റയിലുള്ള എന്തെങ്കിലും ട്രെൻഡുകളോ പാറ്റേണുകളോ ചിലപ്പോൾ നമ്മളിത് റോങ് ആയി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. അല്ലെങ്കിൽ നമ്മുടെ വിഷ്വലൈസേഷൻ കാണുന്ന ഒരു യൂസർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്താണോ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കമ്പാരിസൺ തന്നെ പ്രോപ്പറായി ക്ലിയറായി നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാതെയും വരാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ഏത് കാറ്റഗറിയെ നമ്മൾ പ്രൈമറി ആക്കണം, ഏത് കാറ്റഗറിയെ നമ്മൾ സെക്കൻഡറി ആയി ചൂസ് ചെയ്യണം എന്നുള്ളത്. ഒരു ഡൊമൈൻ നോളജ് ഉള്ള ഒരു വ്യക്തിക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ എല്ലാവർക്കും ഡൊമൈൻ നോളജ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത്തരം കേസുകളിൽ നമുക്ക് വ്യക്തമായി ഏത് കാറ്റഗറിയെ നമ്മൾ പ്രൈമറി ആക്കണം, ഏത് കാറ്റഗറിയെ സെക്കൻഡറി ആക്കണം എന്നുള്ളതിന് നമുക്ക് കുറേ ഗൈഡ് ലൈനുകളുണ്ട്. അപ്പോൾ ഈ ഗൈഡ് ലൈനുകളെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിൾസിനെ നമ്മളൊരു ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ ബാറുകൾക്കും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കളർ യൂസ് ചെയ്തിട്ടാണ്, അല്ലേ? അതായത് സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിളിലെ ഓരോ ലെവലുകളെയും നമ്മൾ എൻകോഡ് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? കളർ യൂസ് ചെയ്തിട്ടാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ടുകളിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ലെജൻഡ് കാണാൻ പറ്റും. ലെജൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബാറുകളെയും അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്ത കളറുകളും തമ്മിലുള്ള മാപ്പിംഗ് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെജൻഡ്സ് യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ഞാൻ ബിസിനസ് അനാലിസിസ് ഡൊമൈനിലെ ഒരു ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്താണ് വിഷ്വലൈസ് ചെയ്യുന്നത്? ഒരു കമ്പനിയിലെ 3 ഡിഫറെൻറ്റ് ടീമുകളുടെ പെർഫോമൻസ് 3 ഡിഫറെൻറ്റ് പെർഫോമൻസ് മെട്രിക്കുകൾ വെച്ച് നമ്മൾ കമ്പാരിസൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ആക്സിസ്, അതായത് നമ്മുടെ പ്രൈമറി കാറ്റഗോറിക്കൽ വേരിയബിളായി നമ്മൾ എടുത്തിട്ടുള്ളത് ടീം നെയിമുകളാണ്. അതേപോലെ തന്നെ സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിളായി നമ്മൾ എടുത്തിട്ടുള്ളത് ഓരോ പെർഫോമൻസ് മെട്രിക്കുകളാണ്. അതായത് എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി. ഈ 3 ഡിഫറെൻറ്റ് പെർഫോമൻസ് മെട്രിക്കുകൾക്ക് നമ്മൾ 3 യുണീക്ക് ആയിട്ടുള്ള കളറുകളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ എത്ര സ്കെയിലുകൾ യൂസ് ചെയ്യുന്നുണ്ട്? എക്സ് ആക്സസിൽ നമ്മൾ ടീം നെയിംസും കൊടുത്തു, വൈ ആക്സസിൽ നമ്മൾ സ്കോറും കൊടുത്തു. അപ്പോൾ 2 പൊസിഷൻ സ്കെയിൽ നമ്മളിവിടെ യൂസ് ചെയ്തു, അല്ലേ? ഇനി മൂന്നാമത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലാണ് കളർ സ്കെയിൽ. അതായത് നമ്മുടെ സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിളിലെ ഓരോ ലെവലുകളും നമ്മൾ എങ്ങനെയാണ് എൻകോഡ് ചെയ്യുന്നത്? കളർ യൂസ് ചെയ്തിട്ടാണ് എൻകോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കളർ സ്കെയിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ 2 പൊസിഷൻ സ്കെയിലും ഒരു കളർ സ്കെയിലുമാണ് ഈ ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ടിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കൂ. ഇത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഡൊമൈനിൽ നിന്നുള്ള ഒരു എക്സാമ്പിളാണ്. ഇവിടെ നമ്മൾ എന്താണ് കമ്പയർ ചെയ്യുന്നത്? 4 ഡിഫറെൻറ്റ് റീജിയനുകളിലെ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളുടെ എഫക്റ്റീവ്നെസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ആക്സസിൽ നമ്മൾ പ്രൈമറി കാറ്റഗോറിക്കൽ വേരിയബിളായി നമ്മൾ റീജിയൻ സെലക്ട് ചെയ്തു. അതുപോലെ സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിളായി നമ്മൾ സെലക്ട് ചെയ്തതാണ് ഓരോ ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളാണ്. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡൊമൈനിലെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ നമ്മൾ 3 ഡിഫറെൻറ്റ് ഇയേഴ്സിലെ 3 ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകളുടെ സെയിൽസ് ആണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സ് ആക്സസിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഇയേഴ്സ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡറി കാറ്റഗോറിക്കൽ വേരിയബിളായി നമ്മൾ എടുത്തിട്ടുള്ളത് ഓരോ പ്രൊഡക്റ്റുകളാണ്. പ്രൊഡക്റ്റ് എ, ബി ആൻഡ് സി.
അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ്ഡ് ബാർ ചാർട്ട് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.